ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇത് പണ്ട് കാലത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചക്ക കിട്ടിയാൽ പല പല വെറൈറ്റീസാണ് പരീക്ഷിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം എല്ലാവരും മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചക്ക കിട്ടിയപ്പോൾ ഞാൻ കരുതി ഏതായാലും ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി ആയിട്ട് യൂസ് ചെയ്യാം, മാത്രമല്ല നമ്മൾ ഈവനിങ്ങിൽ ചായൻ്റെ കൂടെ ആയാലും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കുന്നത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ചക്കയൊക്കെ ചുളയൊക്കെ ഇരിഞ്ഞിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിന് ആവശ്യമൊന്നുമില്ല. നമ്മൾ പൊതുവേ ചക്ക കൂട്ടാനൊക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങ അരച്ച് അങ്ങനെയൊക്കെ അല്ലേ ചേർക്കാറ്. പക്ഷേ ഇതിലേക്ക് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലത്തെ ഐറ്റം തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എത്ര ആൾക്കാർക്ക് ചക്ക വളരെയധികം ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ചക്ക ഇഷ്ടമാണ് കേട്ടോ. ചക്ക കൂട്ടാനുണ്ടാക്കിയാലും അതുപോലെ തന്നെ ചക്ക പഴുത്തത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ചക്ക ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും ചക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ചക്ക എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പും വെള്ളവും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്താൽ അത് വെന്ത് അലിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഈ ചക്ക ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കടിച്ച് തിന്നാനാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാനാണ് തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ഓടയണം കേട്ടോ. ഇതിപ്പോൾ ചക്ക ഇങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാനാകുമ്പോൾ നമ്മൾ അധികം വേവിക്കാത്തത് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇത് കട്ടിയുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ, അല്ലാന്നുണ്ടെങ്കിൽ 1 വിസിൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനൊപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതാ കുക്കർ അടച്ചു വെച്ച് ഞാനിവിടെ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് എയറൊക്കെ പോയതിന് ശേഷം ഇതാ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. ഒരുപാട് ഇങ്ങനെ വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചക്ക വറവിട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് കിടന്ന് നല്ലോണം ആ എണ്ണയും ആ കറിവേപ്പിലേൻ്റെയും വറ്റൽമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് അതിൽ പിടിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.